ടോക്സിക് റിലേഷൻഷിപ്പ് ഇന്ന് മലയാളികൾ ഏറെ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ അതിൽ കുറച്ച് ജെൻഡർ ബയസ്ഡ് ആയി പോകുന്നുണ്ടോ എന്ന സംശയമാണ് ഈ വീഡിയോ എടുക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൂടുതൽ സംസാരിക്കുന്ന നമ്മൾ, എന്നാൽ പുരുഷന്മാർ അനുഭവിക്കുന്ന ടോക്സിക് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ടോക്സിക് ആയ ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്ന പുരുഷന്മാരുടെ സ്ഥിതി ഊഹിക്കാവുന്നതിനേക്കാളും ഭീകരമാണെന്നാണ് പഠനങ്ങൾ പോലും പറഞ്ഞു വെക്കുന്നത്. അതൊരു ഭാര്യ ഭർത്തൃ ബന്ധമാകണമെന്ന് നിർബന്ധമില്ല എന്നതാണ് മറ്റൊരു കാര്യം. ആ സ്ത്രീ ഒരു അമ്മയാവാം, സഹോദരിയാകാം, അതല്ലെങ്കിൽ ഒരു സുഹൃത്തു പോലും ആകാം. വൈവാഹിക ജീവിതം ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ മനസമാധാനം എന്താണെന്ന് പോലും അറിയാത്ത എത്രയോ പുരുഷന്മാർ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പൊതുവെ ഈ പുരുഷന്മാർ എന്ന് പറയുന്നവർ എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് ഉൾവലിവുള്ളവർ ആയതുകൊണ്ടും ഇതൊക്കെ പുറത്തു വരുന്നില്ല എന്നതാണ് സത്യം. സമൂഹത്തിൽ ഉണ്ടാവുന്ന നാണക്കേടോർത്ത് അവർ മിണ്ടാതിരിക്കുമ്പോൾ ഇവരെല്ലാം ചെന്നെത്തുന്നത് വലിയ ഡിപ്രഷനിലേക്കാണ് എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം ഇതെല്ലാം മറികടന്ന് അവർ ഇത് പുറത്തു പറഞ്ഞാൽ നിയമത്തിന്റെ പരിരക്ഷ സ്ത്രീകൾക്കാണ് കൂടുതൽ എന്നതിനാൽ ആ നിയമം ദുരുപയോഗം ചെയ്ത് ആ സ്ത്രീയെ എതിർത്ത് സംസാരിച്ചാൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കള്ളക്കേസുകളും കൊടുത്ത് ജീവിതം ഒന്നുകൂടി ദുസ്സഹമാക്കുമെന്ന് പറയാം. സ്ത്രീകൾ പറയുന്നത് പോലെ തന്നെ ചിലർ കുഞ്ഞുങ്ങളെ ഓർത്താണ് ഇതെല്ലാം സഹിച്ചു നടക്കുന്നത്. ഒരു കുടുംബം എന്ന സാമൂഹിക സങ്കല്പത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടും അത് വേണമെന്നുള്ള കൊതിയുള്ളത് കൊണ്ടും കുഞ്ഞുങ്ങൾക്കെങ്കിലും അച്ഛനും അമ്മയും ബന്ധുക്കളും വേണം എന്നുള്ളത് കൊണ്ടും മാത്രം വീട്ടിലോ ജീവിതത്തിലുമുള്ള സ്ത്രീയുടെ ഇത്തരത്തിലുള്ള സ്വഭാവം കണ്ടില്ലെന്ന് നടിച്ചും ക്ഷമിച്ചും സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നു പോകുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാം. ഫ്രണ്ട്ഷിപ്പിൽ വന്നാലും ടോക്സിക് റിലേഷൻഷിപ്പിനൊന്നും കുറവില്ല നമ്മുടെ നാട്ടിൽ എന്നതാണ് മറ്റൊരു കാര്യം. സൗഹൃദങ്ങളിൽ പോലും ടോക്സിക് ആയവർ നമ്മുടെ നാട്ടിലുണ്ട്. നിസ്സാര കാരണങ്ങൾക്ക് പോലും പിണങ്ങി ഒരു രംഗം സൃഷ്ടിച്ച സ്വയം ഒരു ഇരയായി അവരോധിച്ച മറ്റേയാളുടെ സ്വൈര്യം കെടുത്തുക എന്നത് ചില സ്ത്രീകൾക്ക് ഒരു വീക്ക്നെസ് ആണെന്ന് പറയാം. എങ്ങനെയെങ്കിലും പ്രശ്നം ഒതുക്കിക്കോട്ടെ എന്ന് കരുതി മറ്റേയാൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിജയമായി എടുത്ത് അടുത്ത പ്രശ്നം ഉണ്ടാക്കാനും ചില സ്ത്രീകൾ മടിക്കാറില്ല. ഇനി മറ്റേതെങ്കിലും ഒരു സുഹൃത്ത് ഈ സ്ത്രീയോട് ഇക്കാര്യം പറഞ്ഞ് അവരെ തിരുത്താൻ ശ്രമിച്ചാൽ അത്തരം മാനസികാവസ്ഥയിലുള്ള ഒരു വ്യക്തി ഒരിക്കലും താൻ കൂടെയുള്ളവരെ ദ്രോഹിക്കുകയാണ് എന്ന സത്യം ഉൾക്കൊള്ളുകയോ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുകയോ ചെയ്യില്ല എന്നതാണ്. മറിച്ച് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നവരെ കൂടി ശത്രുക്കളായി അവർ കാണാൻ തുടങ്ങും. എന്നെ എല്ലാവരും മാറ്റി നിർത്തുന്നു, എന്നെ എല്ലാവരും വിഷമിപ്പിക്കുന്നു, ഇത്രയും നന്മ നിറഞ്ഞ എന്നെ സങ്കടപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഇതിന്റെ ആവലാതികളായി അവർ പറഞ്ഞു വെക്കുന്നത്. ടോക്സിക് ആയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അഥവാ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാരണമാണ് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്ന രീതിയിലാണ് അവർ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. ടോക്സിക് ആയ ഒരു വ്യക്തിയുള്ള കുടുംബജീവിതത്തിൽ ഏറ്റവും അധികം ഇവരുടെ സ്വഭാവ വൈകല്യം ബാധിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമാണ് ഉള്ളത്, അത് കുട്ടികളെയാണ്. ഇനി അച്ഛന്റെയോ അമ്മയുടെയോ സ്വഭാവ വൈകല്യമായാലും അത് കൃത്യമായി ബാധിക്കാൻ പോകുന്നത് കുട്ടികളെയാണ്. പുരുഷന്മാരോടുള്ള ടോക്സിസിറ്റിക്ക് സ്ത്രീകൾ പറയുന്ന ചില ഒഴിവുകളുണ്ട്. കുഞ്ഞ് അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ഭർത്താവ് കാശ് ദൂർത്തടിക്കുന്നുണ്ടോ എന്ന സംശയമാണ് എന്നുള്ളത്. ഭർത്താവിന് കുടുംബസ്നേഹം കുറവാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുന്ന സ്ത്രീകളുമുണ്ട്. കൂട്ടുകാർ ഉപയോഗിക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുന്നവരും, മക്കൾക്ക് ഭാവി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നവരും ഒരു ഭാഗത്തുണ്ട്. ഇങ്ങനെ ന്യായീകരണങ്ങൾ ഒരുപാടുണ്ട് ചില സ്ത്രീകൾക്ക്. അവരുടെ ന്യായീകരണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യുമെന്നതാണ് മറ്റൊരു കാര്യം. മറ്റൊരാളെ വൈകാരികമായി എത്ര തളർത്താനും ചിലർ മടിക്കാറില്ല. കേൾക്കുന്നയാളെ ഏറ്റവും വിഷമിപ്പിക്കുന്നത് എന്താണോ അതുതന്നെ ചില സന്ദർഭങ്ങളിൽ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ആ നേരത്ത് പറഞ്ഞ കാര്യം സമർത്ഥിക്കാൻ വേണ്ടി എത്ര നീചമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോലും അവർ മടിക്കാറില്ല എന്നതാണ്. എതിർവശത്ത് നിൽക്കുന്ന ആളെ അടിച്ചു വീഴ്ത്താൻ വേണ്ടി എന്തു ചെയ്യാനും പറയാനും അവർക്ക് ആ സമയത്ത് മടി കാണില്ല. പൊതുപരിപാടികൾ വരെ ഈ സ്ത്രീകൾ അവരുടെ ജീവിതത്തിലെ പുരുഷന്മാരെ അപമാനിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം എതിർത്താൽ ആത്മഹത്യ ഭീഷണി മുഴക്കി പേടിപ്പിക്കുന്ന സ്ത്രീകളും ഒരു വശത്തുണ്ട്. ശാരീരികമായും ഇങ്ങനെയുള്ള പല സ്ത്രീകളും പുരുഷന്മാരെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കാറുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുണ്ട്. ആ സമയത്ത് ജയിക്കണം എന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെയും അവർ പോകും എന്നതാണ്. പുരുഷന്റെ ജെൻഡറിന് സമൂഹം കൊടുത്തിട്ടുള്ള ദുരഭിമാനം കൊണ്ടും ശാരീരിക ശക്തി കൂടുതലായതിനാൽ തിരിച്ചു കൊടുത്താൽ അവൾ ചത്തുപോകും എന്ന് തോന്നുന്നത് കൊണ്ടും ഇതൊക്കെ ആരോടും പറയാതെ സഹിക്കുന്ന ഒരുപാട് പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മാപ്പപേക്ഷയും കെട്ടിപ്പിടുത്തവും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു വട്ടമോ പലവട്ടമോ ഒക്കെ മനുഷ്യന് ക്ഷമിക്കാൻ കഴിയും. പക്ഷെ നിരന്തരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് എത്ര വട്ടമാണ് ക്ഷമിക്കാൻ കഴിയുക?
അതിനി ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ. ക്ഷമയുടെ നെല്ലിപ്പലകയും ചവിട്ടി പിന്നെയും താഴത്തേക്ക് പോയി നിൽക്കുന്ന എത്രയോ പുരുഷന്മാരെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ടോർച്ചർ സഹിക്കാൻ വയ്യാതെ പലരും മദ്യപാനത്തിലേക്ക് വരെ തിരിയാറുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ചിലർ മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ആത്മാഭിമാനവും സ്നേഹവും ഒക്കെ സാധാരണക്കാരായ എല്ലാ മനുഷ്യരും കൊതിക്കുന്നതാണ്. പക്ഷേ സമൂഹത്തിൽ നിന്ന് ഇത്തരം ഇരകളായ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് കിട്ടുന്നത്ര സപ്പോർട്ട് കിട്ടാറില്ല എന്നതാണ് വാസ്തവം. ഭീകരനായും കഴിവുകെട്ടവനായും ഗാർഹിക പീഡനം നടത്തുന്നവരായും സ്വന്തം കുഞ്ഞുങ്ങളെ ലൈംഗികമായി ഉപയോഗിക്കുന്നവനായും ഒക്കെ അവരെ പൊതു സമക്ഷത്തിൽ നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ഇതെല്ലാം അനുഭവിക്കുന്നവരായി ഇവരെ ആരും ചിത്രീകരിച്ച് കണ്ടിട്ടില്ല. ഒപ്പം തന്നെ നിവർത്തികേടുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരും ഒരുപാടുണ്ട്. ടോക്സിക് ബിഹേവിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു മാനസിക രോഗമാണ് എന്ന് പറയാം. കൃത്യമായ ചികിത്സ കൊടുക്കാനുള്ള സംവിധാനം അതിന് വേണ്ടതാണ്. കൂടെയുള്ള പുരുഷനാണ് അതിനെ മുതിരുന്നത് എങ്കിൽ നീ എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. പക്ഷെ അത് അവരുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കാതെയാണ് ആ ബഹളം വെക്കൽ എന്ന് പറയുന്നത്. പക്ഷെ പറയാനുള്ളത് പറയാതിരിക്കാൻ ആവില്ല എന്നതാണ് മറ്റൊരു സത്യം. മാനസികാരോഗ്യം ജെൻഡർ ബയസ് അല്ല, അത് മനുഷ്യനായി പിറന്ന എല്ലാവർക്കും അർഹതയുള്ള ഒന്നാണ്. ഇനി മുതൽ നമുക്ക് ചുറ്റുമുള്ള പുരുഷന്മാരിലേക്ക് കൂടി നമുക്ക് കുറച്ച് ശ്രദ്ധ തിരിക്കാം.